തെരഞ്ഞെടുപ്പ് അടുത്തു നിലമ്പൂരിൽ. ഒപ്പം തന്നെ പെരുന്നാളും വരികയാണ്. കാലിച്ചന്തകളൊക്കെ സജീവമാണ്. ഞാനുള്ളത് എടക്കരയിലെ കാലിച്ചന്തയിലാണ്. ഇവിടെ നമുക്ക് നിരവധിയായ മനുഷ്യരെ കാണാം. അവരുടെയൊക്കെ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അവരുടെ പ്രതീക്ഷകൾ, അവരുടെ അഭിപ്രായങ്ങൾ എന്നുള്ളത് ഒന്ന് ചോദിച്ചറിയുകയും ചെയ്യാം. ഇറച്ചിക്കൊക്കെ നല്ല ചൂടുള്ള സമയം കൂടിയാണ്. ആ സമയത്ത് വോട്ടിൻ്റെ ചൂട് എത്രത്തോളം ആണെന്നുള്ളതാണ്. സജീവമായിട്ടുള്ള കാലിച്ചന്ത അതങ്ങനെ എങ്ങനെയാണ് ഇലക്ഷനൊക്കെ എടുത്തി? ഇലക്ഷൻ ബാപ്പുട്ടി ജയിക്കുമല്ലോ ആണ് തീരുമാനിച്ചുറപ്പിച്ച്? പിന്നെ 100% ആണ്. ഈ ചന്ത എങ്ങനെയുണ്ട്? ചന്തി അതേപോലെ തന്നെയാണ്, ഭയങ്കര ചൂടാണ്. ഇലക്ഷനും ചൂടായി, ചന്തയും ചൂടായി. ഇലക്ഷനും ചൂടാണ്, ചന്തയും ചൂടാണ്. ഇക്ക തെരഞ്ഞെടുപ്പ് എന്താ അവസ്ഥ? നല്ല ചൂടില്ല. ആർക്ക്? നമ്മൾ UDF. മുപ്പര് UDF ആണ്, അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ചൂടുണ്ട്. എത്ര വോട്ടിന് ജയിക്കും? ഒരു 10,000 പുണ്ടിന്റെ മേലേക്കല്ല കീപ്പിട്ട് വരില്ല. കീപ്പിട്ട് വരില്ല. ഇറച്ചിക്ക് എന്തുണ്ട്? വില കൂടിക്കാണോ കീപ്പിട്ടാണോ? ഇറച്ചിക്ക് കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല. എന്നാൽ ഇലക്ഷനൊക്കെ പിന്നെ സൗഖ്യത്തിന് അത് നേരെ തിരിഞ്ഞു വന്നു കൊടുക്കണം ഇപ്പോൾ. പിന്നെ സ്വരാജിനാണ് ഇപ്പോൾ ചെറിയ കണക്കം കാണുന്നത്. അതെ, സ്വരാജ് ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. ചെക്കന്മാർക്ക് ഏറെക്കുറെ സ്വരാജിന്റെ പിന്നാലെ പോകാൻ സാധ്യത കാണുന്നത്. അതോ? അപ്പം മാറ്റം വരുന്നതാണ്. മാറ്റം വരണേ എന്താ വെച്ചാൽ എല്ലാവർക്കും വേണ്ടത് കൊണ്ടെടുക്കുക. ഇതിപ്പോൾ ഒരാൾ മാത്രം കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ജനങ്ങൾ സ്വരാജ് ജയിക്കുകയാണെങ്കിൽ എത്ര വോട്ടിന് ജയിക്കും? വലിയൊരു ഭൂരിപക്ഷം. സാധാരണ കോൺഗ്രസിന്റെ സീറ്റാണ് പൊതുവെ കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറഞ്ഞാൽ വലിയൊരു ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഒരു നേരിയ ഭൂരിപക്ഷത്തിന് സ്വരാജ് ജയിക്കാൻ സാധ്യത. അങ്ങനെ അതിനൊരു സാധ്യത ഉണ്ട്. സ്വരാജ് നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും എന്തും പറയാനായിട്ടില്ല, ലാസ്റ്റ് നിമിഷം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്ര ടൈറ്റ് ആണോ? ഇത്രയും ടൈറ്റ് മത്സരം. അതെ, എൻ്റെ പോലെ. ഇവിടെ മത്സരം എങ്ങനെയുണ്ട്? ഇവിടെ മത്സരം നല്ല ചൂടാ. ആണോ? ആര് ജയിക്കും? അൻവർ ജയിക്കും. അൻവറിന് സാധ്യത ഉണ്ടോ? വൻ ഭൂരിപക്ഷത്തിൽ അൻവർ ജയിക്കും. അൻവർ ജയിക്കുന്നതാണ്. അൻവർ ജയിക്കും. അൻവറിന് എത്ര വോട്ട് കിട്ടും? അൻവറിന് 30ന്റെ മേലേക്ക് വരും. അങ്ങനെ ഭൂരിപക്ഷം വരും. വൻ ഭൂരിപക്ഷത്തിൽ വരും. അല്ല, എന്താ അവസ്ഥ? ഇവിടെ പലരും പലതാ പറയുന്നത്. ഇവിടെ ഷൗക്കത്തിനെ പറയുന്നവരുണ്ട്, സ്വരാജിനെ പറയുന്നവരുണ്ട്, അൻവറിനെ പറയുന്നത്. ജയിക്കും, സ്വരാജ് ജയിക്കും. എന്താ പറയാൻ കാര്യം? ഈ ഇവിടുത്തെ പാർട്ടിൻ്റെ മെച്ചം കൊണ്ട്, ബാപ്പുട്ടിന്റെ ഗുണം കൊണ്ട് സ്വരാജ് ജയിക്കുള്ളൂ. ബാപ്പുട്ടിന്റെ ടീം നേരത്തെ പറഞ്ഞതേ അവര് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്, അവർക്ക് മുൻതൂക്കം ഉണ്ടല്ലോ. അത് പറച്ചിലല്ലേ, പറച്ചിൽ പലതും പറയാം. അങ്ങനെ തന്നെയാണ്, പറച്ചിൽ മാത്രമാണ്. അതെ. ഇവിടെ സ്വരാജ് ഡീസൻ്റ് ആയിട്ട് ജയിക്കും. UDF തന്നെ നല്ലൊരു ഭിന്നത ആളുകൾ ഉണ്ട്. പ്രകാശന്റെ വകുപ്പിൽ അങ്ങനെ, പിന്നെ ലീഗുകാരെ തങ്ങളെ ചീത്ത പറഞ്ഞതിൻ്റെ ഇത് അങ്ങനെ, പിന്നെ അൻവറിന് കിട്ടാനുള്ള വോട്ട് ഓലിന്നാണ്. അപ്പൊ ഡീസൻ്റ് ആയിട്ട് ജയിക്കും. നിലവിൽ UDF ഇവിടെ വൻ വിജയം കൈവരിക്കും. ചുരുങ്ങിയത് ഇവിടെ 25,000 പിന്നെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുക. കാരണം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ അൻവറിൻ്റെ നിലപാടിൽ ജനങ്ങൾക്ക് ഓൾറെഡി മടുത്തു. നിലപാടിൽ ആദ്യം ഇറങ്ങി വന്നപ്പോൾ എന്ത് ചെയ്തു? പിണറായി സത്തിനെതിരെ വന്നു. പക്ഷെ ഇപ്പോൾ നിലപാട് ആളുകളെല്ലാം തിരിഞ്ഞിട്ടുണ്ട്. ബാപ്പുട്ടിക്ക് കളം ഒരുങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് 25,000 വോട്ടിന് ഭൂരിപക്ഷത്തിലൂടെ UDF വൻ മിന്നും വിജയമാണ്. 25,000 വോട്ട് ഭൂരിപക്ഷം. ആര്യാട മുഹമ്മദിന് ആകെയുള്ളത് 25,000. അത് തോമസ് മാത്യു കൊണ്ടുപോയിക്കാണ്ട് 5,000 ആക്കിക്കണ്. പിന്നീട് അങ്ങോട്ട് ജയിക്കാനും കഴിഞ്ഞിട്ടില്ല. ആ ആളുകളാണ് 25,000 വോട്ട് പറഞ്ഞത്. അതെ UDF ജയിക്കണം, അതിലെത്തുള്ളൂ. ആരെന്നാലും വേണ്ടില്ല. അതായത് ഇവിടെ നിലമ്പൂർ മണ്ഡലത്തില് ലീഗിന് ഒരു ഭിന്നതയില്ല. ഇവിടെ UDF 20,000 വോട്ടിന് ഭൂരിപക്ഷം ജയിച്ചു. 5,000 കുറഞ്ഞിട്ടോ? അത് കുഴപ്പമില്ല. അത് അവനാണ്ടതല്ലേ. നല്ല ഭൂരിപക്ഷം ജയിക്കും. UDF ജയിക്കണം. 22,000. ആരുടെ മാപ്പുട്ടി അല്ലാതെ ആര്? സ്വരാജ് എങ്ങനെ ജയിക്കണ്? സ്വരാജ് ജയിക്കൂല കേട്ടോ. സ്വരാജ് ജയിക്കും. 12,000 വോട്ട് സ്വരാജ്. പോത്ത് വരണ്ട, പോത്തിന് അല്ല, ആ പോത്തിന് വഴി ഒരുക്കി കൊടുക്കണം. ആ പോത്തിന് വഴി ഒരുക്കി കൊടുക്കണം. 12,000 വോട്ടിന് സ്വരാജ് ജയിക്കും. 5,000 വോട്ട് തോറ്റു. നിങ്ങൾ വഴി ഒരുക്കി പോട്ടെ. ജയിച്ചു നിൽക്കുകയാണ് ഞങ്ങള്. ഈ ചന്ത അങ്ങനെ സജീവമാണ്. ഇടത് വലത് പാർട്ടികളെ ജനങ്ങൾക്ക് വെറുത്തിട്ടുണ്ട്. അപ്പൊ വൻ ഭൂരിപക്ഷത്തിൽ അൻവർ ജയിക്കും. ഈ ഇടത് വലത് പാർട്ടികളെ വെറുത്തു എന്ന് പറയുമ്പോ NDA അപ്പുറത്ത് മത്സരിക്കും. NDA ചിത്രത്തിലില്ല. ഹലോ ചേട്ടാ, രാജിവെക്കാനാണ് ഈ ചങ്ങായിനെ മത്സരിച്ച് നമ്മൾ വോട്ട് കൊടുക്കണേ. നമ്മൾ വോട്ട് കൊടുക്കുന്നത് ഈ ചങ്ങായി ഏത് നേരത്തെ രാജിവെച്ച് ഒപ്പിട്ട് കൊടുക്കാനാ. ശക്തമായിട്ട് എതിർത്ത നേതാവ് UDF. അപ്പൊ പിന്നെ എന്തിട്ടാ പിണറായിയുടെ കൂടിയേ? പിണറായിക്ക് എതിരെ ഇപ്പൊ അതിന്റെ ഇത് കണ്ടോ അൻവർ പുറത്തിയാടി. ഇപ്പൊ അൻവർ ധീരനായ ഒരു നേതാവാണ്. അപ്പൊ നിങ്ങൾ തല്ലൂടരുത്. എന്തായാലും നമ്മളിവിടെ കോൺഗ്രസിൽ ജയിക്കൂലേ?
ഇതിപ്പോ ആര് അൻവർ ഇന്ന് 6 മണിക്ക് രാജിവെക്കും. അൻവർ ഇന്ന് 6 മണിയോട് കൂടി രാജിവെക്കും. എങ്ങോട്ട്? UDF പോകും. ഒന്നും അല്ലാതെ അൻവർ പത്രിക പിൻവലിക്കുന്നതാണ് പറയുന്നത്. ഇപ്പൊ കുറച്ച് നേരത്തെ പിൻവലിക്കൂല, പിൻവലിക്കുന്ന പറയണത്. വലിയ തിരക്കിട്ട കച്ചവടം നടക്കുകയാണ്. അതിന്റെ ഇടയിലാണ് നമ്മൾ UDF ജയിച്ചു. ഭൂരിപക്ഷം നോക്കിയാൽ മതി. ഇനി നോക്കിയാൽ മതി. അത്രേ ഉള്ളൂ. മൂപ്പര് ഒരു വടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നിങ്ങള് തെളിച്ച് നടക്കുകയാണ് അല്ലേ? ആണ്. നിങ്ങൾ ഏത് പഞ്ചായത്തിലെ വരിക? ഞാൻ വൈക്കാട് പഞ്ചായത്ത്. എത്ര വോട്ടിന് ജയിക്കും? ഒരു 10,000 വോട്ടിന് ജയിച്ചു. ആണോ? ആമ്പ ആരാ ജയിക്കുക തവണ? ആർക്കാ തോനെ വോട്ട് അടിപൊളി. മൂപ്പര് പറഞ്ഞ വളരെ ജയിച്ചു. ആരെ ജയിക്കുക ഇവിടെ? ആരും ജയിക്കും. ഞാൻ പോത്തിനെ കൊണ്ടിട്ട് പറയാം. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിന്റെ ആവേശം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന ഇടമാണ് എടക്കരയിലെ ഈ കാലിച്ചന്ത എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്കും വീണ്ടും സജീവമാവുമല്ലോ അല്ലേ? ഇവിടെ അൻവർ ജയിക്കും. ഞാനിങ്ങനെ വന്നപ്പോൾ ഓരോരുത്തരെ കുറിച്ച് ചോദിക്കായിരുന്നു. എല്ലാവരും ജയിക്കുന്നവരാണ് സ്ഥാനാർത്ഥികൾ എന്നുള്ളതാണ് ആ നാട്ടുകാരൊക്കെ പറയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഭൂരിപക്ഷത്തിന് ആരെയാണ് ഓക്കെ, അത് കറക്റ്റാണ്. ഒറ്റയാള്. അതെ. നമസ്കാരം. ആരാണ് ഇവിടെ ജയിക്കാൻ പോണത്? ഇവിടെ പറയോട്ടെ. വോട്ട് കൂടുതൽ കുട്ടികൾ ജയിക്കും. മൂപ്പരുടെ തീരുമാനത്തിന് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, നിലമ്പൂർ.